നമസ്കാരം സുഹൃത്തുക്കളെ. മരുഭൂമിയിലെ പൊടിക്കാറ്റ് മധ്യപൂർവേഷ്യയിലെ ജനങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. നാളെ ഒരു പക്ഷേ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച അമേരിക്കൻ സമയം 8 മണിക്ക് ശേഷം ഒരു പക്ഷേ മധ്യപൂർവേഷ്യയിൽ കാറ്റഗറി 6 തീ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമോ എന്ന ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വിവരം കിട്ടിയ പ്രകാരം അമേരിക്കയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-17 ഗ്ലോബ് മാസ്റ്റർ ഒരു തരംഗം പോലെ ഒരുപാട് C-17 ഗ്ലോബ് മാസ്റ്റർ ഇവിടെ നിന്ന് മധ്യപൂർവേഷ്യയിലേക്ക് തരംഗം പോലെ പോയിരിക്കുകയാണ്. അത് പറക്കാൻ പോകുന്നത് യൂറോപ്പിന് മുകളിൽ കൂടിയാണ്. അമേരിക്കൻ വിമാനങ്ങൾക്ക് യൂറോപ്യൻ വ്യോമപാത ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിളിച്ചു പറഞ്ഞ മക്രോണും പിന്നെ കുറെ കോമാളികളുടെയും തലയുടെ മുകളിൽ കൂടെ ഒരു തരംഗം പോലെ പറക്കാൻ പോവുകയാണ് C-17. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കല്ലുപോലും എടുത്തെറിയാൻ സാധിക്കില്ല. കാരണം എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രംപിന് ടോൺ മാറുമെന്നറിയാം. ഇതെല്ലാം സംഭവിച്ചാൽ പോലും എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആശങ്കപ്പെടുത്താൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എയർഫോഴ്സ് 1. അത് മെറിലാൻഡ് സംസ്ഥാനത്തിലെ ആൻഡ്രൂസ് എയർബേസിലാണ് അത് കിടക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു രഹസ്യ വിമാനമുണ്ട് പ്രസിഡന്റിന്. അതിന്റെ പേരാണ് E-4B ബ്രാവോ നൈറ്റ് വാച്ച്. ഇത് സാധാരണ ഒരുപാട് പേർക്ക് അറിയില്ല. E-4B നൈറ്റ് വാച്ച് പ്രത്യേക സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബോയിങ്ങിന്റെ പ്രത്യേക വിമാനമാണിത്. ഒരു അണുവായുധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെയും ഡിഫൻസ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റിനെയും വഹിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് കടന്നു പോകും. എന്തഗാധം പോലും ഇതിനേൽക്കാൻ സാധിക്കില്ല. ഈ വിമാനം E-4B നൈറ്റ് വാച്ച് എന്നുള്ള വിമാനം ഇന്നലെ ആൻഡ്രൂസ് എയർബേസിൽ നിന്ന് പറന്നു പൊങ്ങി ഒരു പരിശീലന പറക്കൽ ഇന്നലെ നടത്തിയിരിക്കുക. അമേരിക്ക പറയുകയാണ് സാധാരണമാണ്, കാരണം പൈലറ്റുമാരെ ക്ഷമത പരിശീലിക്കാൻ പ്രീ ഫ്ലൈറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എന്തോ സൂചനകൾ തരുന്നുണ്ട്. ഇവിടെ പരിശോധിക്കാൻ പോകുന്ന ട്രംപിന്റെ ഇന്നലത്തെ ഭീഷണി ടോൺ നിങ്ങൾ കണക്കാക്കണ്ട. ഒരു കാര്യം സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, 2 മഹായുദ്ധങ്ങളും, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ഒരു മിസ്കാൽക്കുലേഷനിലാണ്. മിസ്കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ടോണിനെ വെറുതെ വിട്ടേക്ക്. ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്ഥലവും സമയവും എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങൾ നാളെ തീർക്കും. ഈ അവസരത്തിൽ ഇറാന്റെ എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് IRGC നേതാക്കന്മാരും പിന്നെ ഇറാനിൽ ശേഷിച്ച നേതാക്കന്മാരും തമ്മിൽ അവർ ചിന്തിക്കുന്നത് ഇയാള് പറയുന്നത് സത്യമാകുമോ, ഇയാൾ ചെയ്യുമോ, ഉറപ്പുണ്ടോ? ഈ സെയിം ചോദ്യമാണ് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ മുല്ല മുനീറോ എന്നതിന് പേര് അവരാലോചിച്ചത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദി ഇന്ത്യ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു: പാകിസ്ഥാൻ ഇനി ഒരു പഹൽഗാമിന് മുതിർന്നാൽ ഇല്ലാതാക്കും, ഫിനിഷ്, കഥം കരക, കലാസ്, അവസാനിപ്പിക്കും. അദ്ദേഹം വളരെ വ്യക്തമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. ഇത് കേട്ട പാകിസ്ഥാനിലെ മറ്റേ കോമാളികൾ പരസ്പരം ഇതേ ചോദ്യം ചോദിച്ചു: ഇയാൾ പറയുന്നത് ശരിയാണോ, ഇയാൾ ചെയ്യുമോ? പരസ്പരം പറഞ്ഞു ചിലപ്പോൾ ചെയ്തേക്കും, ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് കുറച്ചു കാലത്തേക്ക് ഒതുങ്ങി നിൽക്കാം. ഇതാണ് ഇന്ന് IRGCക്കാർ പരസ്പരം ചോദിക്കുന്ന ചോദ്യം. ഇദ്ദേഹം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹം ഇക്കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുക. ടോണൊന്നും വെറുതെ വിട്ടേക്ക്. ഈസ് വെരി വെരി സീരിയസ്. സംഭവിക്കാതിരിക്കട്ടെ. കാരണം മധ്യപൂർവേഷ്യയിൽ ഒരു കലാപം വന്നാൽ ഈ റൂമിനകത്തിരുന്ന് വളവുകൾ പറയുന്നവരായിരിക്കില്ല കാര്യങ്ങൾ. ബാണ്ടക്കെടുത്ത് എല്ലാം ഓടേണ്ടി വരും. ഞാനും അടക്കം ഒരു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് തിരികെ ചെല്ലുമ്പോൾ ആരുണ്ട് നമുക്ക് നാട്ടിൽ? ആരുമില്ല. ആ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. ഒരു പക്ഷെ നാളെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ നിരീക്ഷകന്മാർ, വിക്കിപീഡിയ നിരീക്ഷകന്മാർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇരു രാജ്യങ്ങളും ഒഴിവാക്കാൻ ഉള്ള ശ്രമം തന്നെയാണ്. ഗ്ലോബ് മാസ്റ്റർ പോകുന്നുണ്ട്, അമേരിക്ക ഭീഷണി മുടുക്കുന്നുണ്ട്, IRGC അടിക്കുന്നുണ്ട്. എന്നാൽ പോലും there are conversations going on. ഒരു പക്ഷേ നാളെ 8 മണിക്ക് മുമ്പ് ഒരു ഒത്തുതീർപ്പ് പ്രതീക്ഷിക്കാം നമുക്ക്. അങ്ങനെ വരട്ടെ. രണ്ടുപേർക്കും മുഖം രക്ഷിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ്. ഇവിടെ മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇറാന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 2.5 വർഷം
വലിച്ചു നീട്ടുക. കാരണം അവർക്കറിയാം അമേരിക്കയിലെ ജനങ്ങൾക്ക് ഒരുപാട് കാലം ഈ യുദ്ധത്തെ കണ്ടിന്യൂ അല്ലെങ്കിൽ ഇതിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരു ക്ഷമയില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഇറാൻ ഏറ്റവും ഉള്ളത്. കാരണം ട്രംപ് ഒരു പക്ഷെ ഇറങ്ങിപ്പോകും, മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുന്നു, ട്രംപ് ഇറങ്ങിപ്പോയാൽ ശാന്തമാകും. ഇനി വരാൻ പോകുന്ന ഡെമോക്രാറ്റോ അല്ലെങ്കിൽ പിന്നെ ആരാണോ വരാൻ പോകുന്ന അമേരിക്കയിലെ JD വാൻസും ഈ റൂബിയോ എന്നൊക്കെ പറയുന്ന കുട്ടികളാണ്. അവർക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു ആപ്പിറ്റൈറ്റ് ഇല്ല. അവരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീക്കാം എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്, ഡു ഓ ഡൈ. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം തന്നെ പുറത്തെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്നെ വളരെയധികം ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ദുഃഖിതനാണ് അത് കേട്ടിട്ട്. നാളെ സംഭവിക്കാതിരിക്കട്ടെ, ഇരുകൂട്ടരും ഒരു ഇതിലേക്ക് വരട്ടെ. ഇപ്പൊ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇറാന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന അമേരിക്കയും ഇസ്രായേലും അല്ല, ഇറാനിലെ ജനങ്ങളാണ്. ദ മൊമെന്റ് ഇറാനിലെ പബ്ലിക് TVയിൽ അവതാരക പറയുകയാണ് 60 കോടിയോ 100 കോടിയോ ഒരു പൈലറ്റിനെ കിട്ടാൻ വേണ്ടി 60 കോടി തുക ഇനാം പ്രഖ്യാപിക്കുന്നു. സ്വന്തം ജനങ്ങളിൽ പോലും വിശ്വാസമില്ല രാജ്യത്തിലെ. കാരണം നമ്മൾ അന്യം നില പറഞ്ഞ പോലെ നരേന്ദ്രമോദി വന്ന് പറയുകയാണ് 10 കോടി തരാം, പോയി പാകിസ്ഥാന്റെ പൈലറ്റിനെ പിടിച്ചുകൊണ്ടുപോയി. എന്തൊരു പ്രഹസനമാണ് സജീദ്. ഇതാണ് പറഞ്ഞത്, മൊസാദിന്റെ ഫുൾ ഏജന്റുമാരാണ് അവിടെ. ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലും അനുമാനത്തിലും ഈ പൈലറ്റ് എന്നൊക്കെ പറയുന്ന ഒരു നാടകം മാത്രമായിരിക്കാം ഒരു പക്ഷേ. പൈലറ്റ് വീഴുന്നു, കുറെ വിമാനങ്ങൾ വരുന്നു, എന്തൊക്കെയോ വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു, കുറെ വിമാനങ്ങൾ അവശിഷ്ടം കാണുന്നു, റൺവേ ഉണ്ടാക്കി എന്ന് പറയുന്നു. അതായത് റൺവേ C-130 ലാൻഡ് ചെയ്യുന്ന റൺവേ ഉണ്ടാക്കുന്നു ഇറാനിൽ തന്നെ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്, എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഇതൊക്കെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്, നമ്മുടെ അനുമാനങ്ങൾക്കും നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പോലും പറ്റില്ല ഇവരുടെ എന്താണ് നടക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഒരു C-130 ലാൻഡ് ചെയ്യുന്ന റൺവേ ഉണ്ടാക്കുന്നു, ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഉപേക്ഷിക്കുന്നു, വെടിവെച്ച് പോരുന്നു. എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് അവിടെ? നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ തീ കൊടുങ്കാറ്റ് സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചു കഴിഞ്ഞാൽ ആ തീ കൊടുങ്കാറ്റിന്റെ പ്രതിഫലം മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവേഷ്യയിൽ പൂർണ്ണമായും വരും. അതിന്റെ ഓരോ ആഘാതം മലയാളികളുടെ അടുക്കളയിലേക്ക് അതിവൈകാതെ എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നാളെ ഇതിനു മുമ്പ് ഇരു രാജ്യങ്ങളും ഒരു സൊല്യൂഷനിലേക്ക് വരട്ടെ. അവിടെ ജയം തോൽവി എന്നല്ല പറയുന്നേ, ഒരു സൊല്യൂഷനിലേക്ക് വന്ന് ഇതിനൊരു സമാധാനം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ലോകം അവസാനമാകുമോ?